ഇനി ഒരിക്കലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ്. മറ്റൊന്നും കൊണ്ടല്ല, മരണമെന്ന് പറയുന്നത് ആർക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. പ്രത്യേകിച്ചും സ്വയം ഇല്ലാണ്ടാകുമ്പോൾ ആ ഇല്ലാണ്ടാകുന്ന ആൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവർ മരിക്കുന്നത് മൂലം മറ്റാർക്കെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നും. മരിച്ചുകൊണ്ട് ചിലർക്ക് സന്തോഷം ഉണ്ടാകും എന്നാണ്. പക്ഷേ ആത്യന്തികമായിട്ട് മരണം ആർക്കും സന്തോഷം നൽകത്തൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇന്നയാൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതി ചിന്തിക്കും. പക്ഷേ മരണം ഒരിക്കലും ആർക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ല. പിന്നെ വയ്യാതെ ഒക്കെ കിടക്കുമ്പോൾ ആൾക്കാർ പറയും അവരൊക്കെ ഇല്ലാണ്ടായാൽ മതി, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് എന്നുള്ളത്. എന്തായാലും മരണം എന്ന് പറയുന്നത് ഒരു വേദന തന്നെയാണ്. ഞാൻ വീണ്ടും സംസാരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ട ഇതുവരെ അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, അതാണ്. അപ്പോൾ ചേച്ചി രാവിലെ വിളിച്ചതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ വോൾട്ടേജിൻ്റെ പ്രശ്നം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വൈകുന്നേരമാണ് ആ വോൾട്ടേജ് ശരിയായത് കറക്റ്റായിട്ട്. അപ്പോൾ 5 മണി വരെയും ഞാൻ കൊതുകിൻ്റെ പുറകെയായിരുന്നു. സാധാരണ ഇവിടെ മുകളിൽ കൊതുകില്ലാത്തതാണ്, പക്ഷേ ഇന്നലെ എന്താണെന്നറിയത്തില്ല, ഒരുപാട് കൊതുകായിരുന്നു. ബാറ്റിൻ്റെ ചാർജ് വരെ തീർന്നു പോയി, അതുപോലത്തെ കൊതുക്. പിന്നെ ഞാൻ ഇന്നൊരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്ന് കുത്തിയിടും, റൂം അടച്ചിടും, എന്നിട്ട് പിന്നെ അങ്ങ് ഓഫ് ചെയ്യും. അപ്പം കുറേ കൊതുകുകളൊക്കെ മയങ്ങിയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ എന്തെങ്കിലും ആണോ, ഇപ്പോൾ മഴ പെയ്യുമ്പം എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി കിടന്നിട്ട് അതിൽ നിന്ന് കൊതുകുകൾ കൂടുതലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ മഴ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊരു കൊതുക് കൂടുതലായിട്ട് വരുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടുത്തെ ജീവിതത്തിൽ ഇത്രയധികം കൊതുക് ഈ റൂമിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു കാരണവശാലും ഇത്രയും വരത്തില്ല. അതാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഒന്നിനെക്കുറിച്ചും പ്രവചനം എന്നുള്ളതല്ലല്ലോ തന്നെ. അപ്പം രാവിലെ അതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പം ചേച്ചി വിളിച്ചിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നടി, നല്ല ചൂട്, പിന്നെ മഴയുടെ ഒരു ഇതുള്ളത് കൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ ജനലൊക്കെ തുറന്ന് കിടന്നതുകൊണ്ട് ആശ്വാസം. പക്ഷെ കൊതുക് കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഒരു കൊതുക് തട്ടുമ്പോഴേക്കും കുഞ്ഞ് അനങ്ങും. അപ്പം ഞാൻ എണ്ണിക്കും, ബാറ്റ് കൊണ്ട് നോക്കും. ബാറ്റിൻ്റെ ചാർജ് തന്നിട്ട് തുണി കൊണ്ടടിക്കും. അത് ചത്താലായി ഇല്ലെങ്കിലായി, ഇതുങ്ങൾ പറന്നു പോകും. പിന്നെ ലാസ്റ്റ് ഞാൻ ലൈറ്റ് ഇട്ടിട്ടും രക്ഷയില്ല. പിന്നെ 2 ലൈറ്റ് ഇട്ടു, ട്യൂബും ലൈറ്റും കൂടി ഇട്ട്, നല്ല വെട്ടമായിരിക്കുമല്ലോ. എന്നിട്ടും വലിയ രക്ഷയൊന്നുമില്ല. നമ്മളൊന്ന് ഇങ്ങനെ മയങ്ങി വരാറാകുമ്പോൾ അടുത്തത്. പിന്നെ ഞാൻ കുറേ നേരം പിന്നെ ഉറങ്ങാതെ ഇരുന്നു. അങ്ങനെയൊക്കെ 5 മണി വരെ ഇതായിരുന്നു. എനിക്ക് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊതുകുകളെല്ലാം തീർന്നു എന്ന് തോന്നി. ഈ മുറി കയറിയിട്ടുള്ള കൊതുകുകൾ മുഴുവൻ തീർന്നു. ആ ഒരു ഇതിൽ അങ്ങനെ പിന്നെ കിടന്നത്. അവൾ വിളിച്ചിട്ട് എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ അടുത്തൊരു കൊച്ചൻ തൂങ്ങി മരിച്ചെടി എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറ്റിയടി, അതെന്താ കാര്യം? അത് കടം കയറിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു കടമോ? പറഞ്ഞു ആ കടമാ, ജോലിക്കൊന്നും പോകത്തില്ല ആ കൊച്ചൻ. കല്യാണം കഴിച്ചതാണ്, 2 മക്കളുണ്ട്. ഇളയാൾക്ക് മൂത്താൾക്കുണ്ട് 7 വയസ്സ്. 2 കുഞ്ഞു കുട്ടികളാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വിഷമം തോന്നും. ഇത് ഇപ്പം കടം കയറിയിട്ടാണ് 10 ലക്ഷം രൂപയോളമെങ്കിലും കടമുണ്ടെന്നോ എന്നുവെച്ചാൽ വാങ്ങിക്കാവുന്ന ആളുകളുടെയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചേക്കുവാണ്. പക്ഷെ ജോലിക്ക് പോയെങ്കിലല്ലേ തിരികെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജോലിക്കൊട്ട് പോവുകയില്ല അയാൾ. എന്നിട്ട് ഇപ്പം വൈഫ് എന്താ എവിടെയോ ഒരു കടയിലെങ്ങാണ്ട് പോയി നിന്നിട്ട് അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പിന്നെ അയാളുടെ അമ്മ
സ്ത്രീകൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു അങ്ങനെ. അപ്പം അവർക്ക് ചേച്ചിക്ക് അറിയാവുന്ന, അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരുക, പൈസയ്ക്ക് വരുമായിരുന്നു, നേരത്തെയൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പം കൊടുക്കാറില്ല. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നമാണ്. തിരിച്ച് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് കടം കയറിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാവരും അയാളെ അങ്ങ് പ്രാകുകയാണ്. അയാൾക്ക് ഗതി കിട്ടത്തില്ല ചത്താലും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കാരണം ആ കുട്ടികൾ അവരുടെ അവസ്ഥ ഇല്ല, ഇനി ആ സ്ത്രീ വേണം ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. അറിയാം, ഇങ്ങനെ നിൽക്കുന്ന ഒരു എന്ന് വെച്ചാൽ അയാൾക്ക് 30 വയസ്സെന്ന് പറയുമ്പോൾ പെൺകുട്ടിക്ക് എന്തായാലും അതിനേക്കാട്ടിലും 3-4 വയസ്സെങ്കിലും കുറവായിരിക്കും. എന്തുകൊണ്ട് പ്രായം, ആ പ്രായത്തിൽ ഇത്രയും അവരനുഭവിച്ചു. ഇനിയും അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചെറുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിവോഴ്സ് കഴിഞ്ഞവരായാലും ഭർത്താവില്ലാണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞവരെയൊക്കെ ആയാലും സമൂഹത്തിൽ കുറേ നല്ല ജീവികളുണ്ട്. ആ ജീവികളെന്ന് തന്നെ പറയാനാണ് ഞാൻ, ഒരു പ്രത്യേകതരം ജീവികളുണ്ട്. അതുങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുക എന്നുള്ളതാണ് അതുങ്ങളുടെ പ്രധാന ഹോബി. പ്രത്യേകിച്ച് ചിലപ്പം ജോലിക്ക് പോലും പോയില്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പുറകെ ശല്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി നടക്കാം. വെറുതെ ഇങ്ങനെ അവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടക്കുന്ന കുറേ ജീവികളുണ്ട്. അപ്പം ചിലപ്പം അവർ ജോലി കഴിഞ്ഞൊരു ചിലപ്പം വരാൻ അല്പം വൈകും. അപ്പോൾ ഉടനെ പറയും, അവൾ ജോലിക്കാണോ പോയത്, വേറെ എവിടെയെങ്കിലും ആണോ പോയത്, അവൾക്കിപ്പോൾ എന്താ ബിസിനസ്സിന്, കഞ്ചാവാണോ, കള്ളക്കടത്താണോ, മയക്കുമരുന്ന്, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു നടക്കും. പിന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വളരെ അടക്കവും ഒതുക്കവും വേണം, പൊട്ട് തൊടരുത്, കണ്ണെഴുതരുത്, ഒരുങ്ങരുത്, മുടി കെട്ടരുത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ള കുറേ മനുഷ്യരുണ്ട്. അപ്പം ഈ ഇങ്ങനെയുള്ള പ്രായം കുറഞ്ഞവരൊന്ന് ഒന്ന് ഒരുങ്ങിപ്പോയാൽ പറയുന്നു കണ്ടോ, അവൾ ഭർത്താവ് മരിച്ചാൽ അവളുടെ പോക്ക് കണ്ടോ എന്ന് പറയും. അങ്ങനെ ഒരു വിധത്തിലും ജീവിക്കാനായിട്ട് ചില ജീവികൾ സമ്മതിക്കുകയില്ല. എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഒരു സഹായം ചെയ്യത്തില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ധാരാളം ചെയ്യാനായിട്ട് കുറേ ജീവികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. കാരണം എനിക്കറിയാവുന്ന ഒരു അനുഭവമുണ്ട്. ഒരു ചേച്ചി ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവരുടെ ഓഫീസിലുള്ളവരാരോ കൊണ്ടുവന്ന് വിട്ടു, റോഡിലേക്ക് കൊണ്ടുവന്ന് വിട്ടു അവരുടെ വീടിൻ്റെ അടുത്തേക്ക്. അപ്പം അത് കണ്ടപ്പോൾ ഒരാൾ കമൻറ്റ് പറഞ്ഞു, ഇപ്പം രാത്രിയിൽ വണ്ടിയിലൊക്കെ കൊണ്ടുവിടാനും മാത്രമൊക്കെ ആൾക്കാരായി എന്നിങ്ങനെ ഒരാൾ കമൻറ്റ് പറഞ്ഞത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് കേട്ട് മറ്റൊരു സ്ത്രീ എന്തുവാണെന്നറിയാം, അവരൊന്ന് താമസിച്ചു, അപ്പോൾ അവിടെ നിന്ന് പിന്നെ കൊണ്ടുവന്ന് വിട്ടു. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? അത് നല്ല കാര്യമല്ലേ? നമുക്കറിയത്തില്ലല്ലോ എന്തോ കാര്യമെന്ന് താമസിച്ചതിൻ്റെ. അല്ലാതെ അവർ ബസ് കിട്ടി ഇവിടം വരെ വരണമെങ്കിൽ എത്രയോ താമസം ഉണ്ടാകും. അതിലും നല്ലത് ഇങ്ങനെ കൊണ്ടുവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് മറ്റേ സ്ത്രീ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ രണ്ട് സ്ത്രീകളോടും തോന്നിയത് രണ്ട് രീതിയിൽ. ഒരാൾ നെഗറ്റീവായിട്ട് അതിനെ കണ്ടു, ഒരാൾ പക്ഷേ പോസിറ്റീവായിട്ട് കണ്ടു, ഇല്ലേ? അതാണ് നമ്മളുടെ മനസ്സിൻ്റെ പക്വതയെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ പക്വത എന്താണ്, എങ്ങനെയാണ് അവരുടെ മനസ്സിൻ്റെ ചിന്താഗതി എന്ന് പറയും. ഒരാൾ നെഗറ്റീവായിട്ട് കണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവിന് സ്ഥാനം കാണും. അത് എത്ര വലിയ പോസിറ്റീവ് ആണെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് എവിടെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷെ പോസിറ്റീവായിട്ട് പറഞ്ഞവർ അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ് എപ്പോഴും. അതാണ് വ്യത്യാസം. എങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് മറ്റ് രണ്ട് സ്ത്രീകൾ ഈ അഭിപ്രായം പറഞ്ഞത്, അല്ലേ? മരണം എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും തേടി വരാം. നമുക്ക് അവിടെ സഹതാപത്തിൻ്റെ കാര്യമല്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ഈ സഹതാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും സഹതാപമല്ല നമുക്കവിടെ ആവശ്യമായിട്ട് വരുന്നത്. അവരോടൊരു കനിവാണ് വേണ്ടത്. അവരും ജീവിച്ചു പൊക്കോട്ടെ, നമ്മളൊരിക്കലും അവരെ ശല്യം ചെയ്യരുത് എന്ന് വിചാരിക്കുക. അവർ ഇപ്പം എങ്ങനെ വേണേലും ജീവിക്കാം,
ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രേണു സുധി എന്നുള്ളത്. ഞാൻ ആ പ്രോഗ്രാം, ആ ടി വിയിലെ പ്രോഗ്രാം അയാളുടെ കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്നുള്ള ഒരു മരണമാണ് അയാളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു ബന്ധമാണത്. ആ സ്ത്രീയുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ സ്ത്രീ ഇങ്ങനെ പറയുന്ന കേൾക്കാം, അയാളുടെ മൂത്ത മകനും ആ സ്ത്രീയും തമ്മിൽ ഇത്ര വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ മാക്സിമം അവരുടെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിനെ അറിയിക്കാൻ നോക്കുകയാണ്. പിന്നെ അപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ട് ഒത്തിരി പറയുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ ഭർത്താവും ഇപ്പം ഇല്ല, ജീവനോടില്ല. ഞാനൊരു ഉദാഹരണമായിട്ട് ഈ ഒരു ഇതിൽ പറയുകയാണ്. അവരുടെ ഭർത്താവ് ഇപ്പോൾ ജീവനോടില്ല. അവർക്കൊരു കുടുംബമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇപ്പം വീട് വയ്ക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നും ആ സഹായം സ്വീകരിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അതൊരു ബാധ്യതയാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഒരു ജോലി എന്നുള്ളത് അവർക്ക് വേറെ ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ജോലികളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നിനും പോയില്ല എന്നുള്ളത്. ശരിയാണ്, ചിലർക്ക് അങ്ങനെയൊക്കെ പോയിരുന്ന് ജോലി ചെയ്യുന്നതിന് താല്പര്യം കാണില്ല. ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാം. എത്രയോ പേര് വ്യക്തമായൊരു ജോലിയില്ലാതെ യൂട്യൂബ് എന്നത് മാത്രം വരുമാനമാക്കി കഴിയുന്ന എത്രയോ പുരുഷന്മാരുണ്ട്, എത്രയോ സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഒരു പരിഗണന കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് ചിലപ്പം വെളിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ഇതൊരു ജോലിയായിട്ട് കരുതുന്നവരുണ്ട്. ഒരു സൈഡിൽ ഇതൂടെ കൊണ്ടുപോകാമെന്നല്ല, ഇതാണ് എൻ്റെ ജോലി, ഇതിന് വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകാം, ഇല്ലേ എന്ന് കരുതുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളുണ്ട്. അവർക്ക് വേറെ ഒന്നുമില്ല ലക്ഷ്യം, വേറെ ജോലിയും വേണ്ട, ഇതും വേണ്ട, ഇതാണ് അവരുടെ ജോലി. അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന പുരുഷന്മാരുള്ള ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ രേണുവും അതേ മാർഗം സ്വീകരിച്ചതിൽ ആർക്കെങ്കിലും എന്ത് തെറ്റാണ് പറയാൻ പറ്റുന്നത്? ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ ജോലി ശരിയായി കൊടുത്ത് പോയില്ല, അവർക്കിഷ്ടമില്ല, അവർക്കിഷ്ടം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്ത് അവരുടെ ജീവിതം എൻജോയ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. കാരണം ഒന്നാമത് അവരുടെ പ്രായം എനിക്ക് കറക്റ്റ് അറിയില്ല, എങ്കിലും അവരുടെ ആ പ്രായത്തിൽ അവർക്ക് ഭർത്താവ് മരിച്ചെങ്കിലും നല്ല വേഷങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ്, അല്ലേ? അപ്പോൾ ഒരു ജോലിക്ക് കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവരുടെ ആ ഇഷ്ടങ്ങളെല്ലാം അവിടെ ഇല്ലാണ്ടാകുകയാണ്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവർ മറ്റൊരു ആളെ വിവാഹം കഴിക്കണം. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ഇവർക്ക് ഈ സുധി എന്ന ആളുമായിട്ടുള്ള ബന്ധത്തിലൊരു കുട്ടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുമാത്രമല്ല, സുധിൻ്റെ ആദ്യത്തേതിലും ഒരു കുട്ടിയുണ്ട്. അങ്ങനെ 2 കുട്ടികളാണെന്നാണ് ഞാൻ ആ ചാനലിൽ ഇങ്ങനെ കേട്ടതായിട്ടുള്ള അറിവ്. അപ്പോൾ അങ്ങനെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ 2 കുട്ടികളെയും കൊണ്ട് മറ്റൊരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മക്കൾക്ക് വേണ്ടി ജീവിച്ച് സമയം കളയണോ, അതോ മറ്റൊരാളുടെ ഭാര്യയാവണോ? മക്കളുടെ ഒപ്പം ജീവിക്കുന്നതിനൊപ്പം തൻ്റെ സന്തോഷങ്ങൾ കൂടി കണ്ടെത്തണോ? തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേഷങ്ങളൊക്കെ ധരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം? അതോ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് അത് മാത്രം ഓർത്തുകൊണ്ട് വിഷമിച്ച് ഏത് നിമിഷവും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ സഹതാപം വാങ്ങിച്ച് നടക്കണം? ഇതിലേതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്നത് എന്താണ്? കുറേ പേര് പറയും ഭർത്താവ് മരിച്ചുകൊണ്ട് ഒതുങ്ങി അങ്ങ് ജീവിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വപ്ന സുരേഷ് വന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. അവരെന്താണ് ചെയ്തത്? ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ എന്താണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തത്? അവർക്ക് കുറേ ന്യായീകരണങ്ങളുണ്ടാവാം, അല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റേവരും അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ. പക്ഷെ ചെയ്തത് തെറ്റാണോ ശരിയാണോ? സമൂഹത്തിന് വലിയൊരു തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്, അല്ലേ? എന്തിൻ്റെ പേരിലാണല്ലോ. അത്ര വലിയ ദ്രോഹമൊന്നും ഏതായാലും രേണു ചെയ്യുന്നില്ല, അല്ലേ? സ്വപ്ന ചെയ്തതുപോലുള്ള ദ്രോഹങ്ങളൊന്നും രേണു ചെയ്യുന്നില്ല. പിന്നെ രേണു ചെയ്യുന്നു, ആവശ്യമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ ഓരോരോ
വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വിജയിച്ച് കയറുന്നത് ആ രേണു എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ്. അതിൻ്റെ പേരിൽ 10 പേര് കൂടുതൽ അവരുടെ വീഡിയോസ് കാണും, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ലേ. പിന്നെ അവർ ആരും തന്നെ എന്ത് പറഞ്ഞാലും അവരത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതല്ല നല്ലത്. നേരെ തിരിച്ച് ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ, ഒരു പുരുഷനാണെങ്കിലോ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ചില പുരുഷന്മാർ ഭാര്യയെ ഉള്ളപ്പം തന്നെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നു അല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്, അവരവരുടെ പ്രായത്തിനനുസരിച്ച് ജീവിക്കണം അല്ലേ. അവരുടെ പ്രായത്തിന് അവരാഗ്രഹിക്കുന്ന ഇങ്ങനൊരു ലൈഫ് അവരങ്ങനെ ജീവിക്കുന്നു. അപ്പം വേറൊരാൾ എന്താ പേര് ഞാൻ മറന്നു, അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്ന നിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഇയാളങ്ങ് പോകും, പിന്നെ നീ തന്നെ ഒറ്റയ്ക്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ അല്ലേ, എന്നും കൂടെ അല്ലേ, മരണം വരെ കൂടെ കാണുമെന്ന് കരുതിയിട്ടാണ് സുധിയെ അവൾ വിവാഹം കഴിച്ചത്. എന്നിട്ട് സുധി അവളുടെ ഒപ്പം എത്ര നാൾ ജീവിച്ചു അല്ലേ. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അവർ രേണുവും സുധിയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്താണ് വർഷങ്ങളോളം അല്ലേ, എന്താ 10-60 വർഷമോ ഒക്കെ അങ്ങനെ നമ്മൾ വയസ്സായി എന്താണ് പ്രായം ചെന്ന് മരിക്കുന്ന ഒരു ടൈം വരെയും രണ്ടുപേരും ഒന്നിച്ച് കാണുമെന്നായിരിക്കും അവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ കാലം അവർക്ക് കരുതി വെച്ചിരുന്ന അതായിരുന്നോ? അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ സമയമായപ്പം തിരിച്ചുപോയി. ഇതേപോലെയുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ അഭിനയിക്കാൻ കൂടുള്ള ആൾ അയാളുടെ സമയം അയാൾ അഭിനയിച്ച് കഴിയുമ്പോൾ അയാളുടെ വഴിക്ക് പോകും, ഇവരൊറ്റപ്പെടുമായിരിക്കും, അത് അവർക്കും അറിയാം അല്ലേ. എന്ന് കരുതി എന്താ പറയുക, അങ്ങനെ പോയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ചിന്തിച്ച് വെച്ചാലോ. ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ സിനിമ ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ടൈമുണ്ട്. അവർക്ക് പെട്ടെന്ന് പ്രായമാകും, അപ്പോഴത്തേക്കും എന്താണ് അവർക്ക് പിന്നെ സിനിമകളില്ലാണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ മാക്സിമം സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു നടിയുടെയും ലക്ഷ്യം പ്രധാനമായിട്ട്. പിന്നെ ചിലരുണ്ട് എന്താണ് എത്ര പ്രായമായാലും അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നവർ അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെയും ഭാഗ്യമൊക്കെയാണ് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്. ചിലർ വിവാഹത്തോടുകൂടി അഭിനയം നിർത്തും, ചിലർ അഭിനയം നിർത്തിയിട്ട് പിന്നെ പോയിട്ട് പിന്നെയും തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ അവർക്ക് സിനിമകൾ ചെയ്യുക, അതുവഴി സമ്പാദിക്കുക. അത് കഴിഞ്ഞാൽ ആ സമ്പാദ്യം കൊണ്ടാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്കിങ്ങനെ പ്രായത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം തീർച്ചയായിട്ടും രേണുവിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ സമയത്ത് അവർ 10 രൂപ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഭാവിയിൽ അവർക്കും അവരുടെ കുട്ടികൾക്കും സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നാട്ടുകാരെ മൊത്തം പേടിച്ചിട്ട്
അവരങ്ങനെ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഈ രേണു സുധി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളും വഴക്കും അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് അവർ വിചാരിക്കുക ഞങ്ങൾ ഇതെല്ലാം കേട്ടല്ലോ എന്ന് വിചാരിച്ച് അവർ ആത്മഹത്യ ചെയ്താലോ അവിടെ ആരാ നഷ്ടമാകുന്നത്? ഒരമ്മയെ നഷ്ടമാണ്. കുട്ടികളുടെ ജീവിതം എന്തായി മാറും അല്ലേ? അവർ മാക്സിമം പിടിച്ചു നിൽക്കട്ടെ, അവർക്ക് അതിനുള്ള ധൈര്യം കൊടുക്കട്ടെ ഈശ്വരൻ. അങ്ങനെ ചിന്തിക്കാനേ എനിക്കിപ്പം തോന്നുള്ളൂ. കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങളാണ് അവരെ കൊണ്ട് പല രീതിയിലും ചിന്തിപ്പിക്കുന്നത്. അവരുടെ സാഹചര്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആരും അതിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതേ ശരിയല്ല. ഇഷ്ടമില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക, അതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസത്തേക്ക് മുമ്പേ ഇതുപോലെ ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി അതോടെ വന്നു. അപ്പോൾ എൻ്റെ ഒപ്പം വേറെ ചേച്ചി നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ എവിടെ പോയ കാര്യമൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ് ഇങ്ങനെ ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു എന്ത് പറ്റിയതാണ്? അത് കെട്ടിത്തൂങ്ങിയതാണ്. നൈസ് പെട്ടെന്ന് തന്നെ അവൻ കെട്ടിത്തൂങ്ങിയതാണ്. കെട്ടിത്തൂങ്ങിയോ? എന്താ കാര്യം? അവന് അഹങ്കാരം, അല്ല എന്താ പറയുന്നത്, 40 വയസ്സുണ്ട്. അവന് കെട്ടാതിരുന്നാൽ പോരായിരുന്നു. ഒരു കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂത്ത ആളാണ്. അപ്പോൾ ഇളയാളതിനെക്കാട്ടിയും പ്രായക്കുറവല്ലേ? ഞാൻ പറഞ്ഞു. അപ്പം ആ ചേച്ചി ഇങ്ങനെ ചോദിച്ചു പിള്ളേരൊക്കെ വലുതായി. അപ്പോൾ ഇവർ പറഞ്ഞു ആ വലുതായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ക്ലാസ്സിലാണ്? മൂത്താൾ 10. ഞാൻ പറഞ്ഞു അതാണോ വലുതായത്? പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അതാണോ വിദ്യാഭ്യാസം അതിനെയും +2 വരെയെങ്കിലും ഒരു ലെവല്. പിന്നെ അവർക്ക് ഒരു പ്രായപൂർത്തിയാകുക എന്നുള്ളതാണല്ലോ ഇത്തിരി മുതിർന്നു എന്നുള്ളത്. 18 വയസ്സ് വരെ അവർ കുട്ടിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയം ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ കാരണം എന്താണെന്ന് അവനെ അറിയത്തുള്ളൂ. അവനങ്ങ് കയറി ചെയ്തു. അവന് ഇതിന് മുമ്പും ഇങ്ങനെ പല ഇതുമായിട്ട് നടക്കുന്നതാണ്. പിന്നെ 2 പിള്ളേരുണ്ട്. ഇനി അതുങ്ങളുടെ ജീവിതം. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു പിന്നെ അവർ തമ്മിൽ സംസാരം. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ദൈവമേ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരു നിമിഷം നിസ്സാര കാര്യത്തിനൊക്കെ കയറി അങ്ങനെ ചെയ്യുക. ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്കായിരിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായതായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്തോ സഹിക്കാൻ വയ്യാത്തതാ? 2 പിള്ളേരെക്കുറിച്ച് അവൻ ഓർത്തോ എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതെല്ലാം അയാളുടെ മനസ്സിൽ കാണും ഇല്ലേ? ഇയാൾ ഇല്ലാണ്ടായാൽ ബുദ്ധിമുട്ടുന്ന ആരൊക്കെയാണെന്ന് അയാൾക്ക് നല്ലതായിട്ട് അറിയാം. അങ്ങനെ അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഇല്ലാണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അല്ലേ? എൻ്റെ കുഞ്ഞ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടപ്പം നിൽക്കുക. ഇതെല്ലാം എനിക്കറിയാൻ പറ്റും. ഞാൻ പോയി അത്രേ ഉള്ളൂ. കുറേ നാളെല്ലാവരും അങ്ങനെ ഓർക്കും, പിന്നെ അത് മറക്കും. ഒരു ഓർമ്മ മാത്രമായി മാറും എന്നതേ ഉള്ളൂ. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ മരിച്ചാൽ നമുക്കാണ് നഷ്ടം. പിന്നെ കുട്ടികൾ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ കുട്ടികൾ, അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം. അവർ മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാനായിട്ട് പോകേണ്ടി വരും കുഞ്ഞുകുട്ടികളാകുമ്പോൾ. പ്രത്യേകിച്ചും അമ്മ ഇല്ലാണ്ടാകുമ്പോൾ. അച്ഛൻ ഇല്ലാണ്ടാകുമെന്ന് പറയുമ്പോൾ വലിയ ഒരു അല്ലേ? താങ്ങും തണലുമായ ഒരാൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കേൾക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുമ്മാ എവിടെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനെയുള്ള കുറേ വാർത്തകളാണ്. എന്നിട്ട് എന്താണല്ലേ ഇല്ലാണ്ടായിട്ട് ആ കുടുംബം തകർന്നു, കുഞ്ഞുങ്ങളുടെ ജീവിതം നഷ്ടമായി. ഒരു നിമിഷത്തേക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയാണ്, ആ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കറിയില്ല, വിവാഹശേഷമുള്ള അതിന് മുമ്പുള്ളതൊക്കെ കുറേ കാര്യങ്ങൾ അറിയാം. കാരണം പുള്ളി വളർന്ന ആ സാഹചര്യത്തിൻ്റെയാണ് കൂടുതൽ. ഒന്നാമത്തത് ഈ തൊട്ടാവാടി ക്യാരക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ചത്താൽ മതി, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയാണ് എപ്പോഴും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എനിക്കങ്ങനെ ജീവിക്കണമെന്നൊന്നും തോന്നില്ല. 2 കുട്ടികളാണ്. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികളുടെ കാര്യം
അവർ 2 പേരില്ലേ, അപ്പോൾ ഒരാൾക്ക് കൂട്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അവരങ്ങ് ജീവിച്ചോളും. ഞാൻ പ്രത്യേകിച്ച് ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ വിഡ്ഢിത്തം പറയാതെ. അപ്പോൾ അച്ഛനും അമ്മയില്ലേ, ഉണ്ട്. ഞാനിതെല്ലാം ഓർക്കും പലപ്പോഴും. അതുകൊണ്ടാണ് വേണ്ടാന്ന് പിന്നെയും തീരുമാനിക്കുന്നത്. പക്ഷേ ഇനി എനിക്കത് എപ്പോഴും അത് പറ്റണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ആവശ്യം എന്താണെന്നറിയാമോ, സംസാരിക്കാൻ ഒരാളാണ്. അപ്പം ഡെയിലി എന്നോട് സംസാരിക്കുക. സമയം ഇപ്പം ഫ്രീ ആണെന്ന് വെച്ചാൽ എന്നെ വിളിക്കുകയോ നേരിട്ട് സംസാരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം. ഞാനെല്ലാം കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് പറയുകയാണെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞോ, ഒരുപാടുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും ഞാനിപ്പം വിളിക്കാം എന്നുള്ള രീതിയിൽ ഇന്നും വിളിച്ചപ്പം തിരക്കിലായിരുന്നു, പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ എന്താണ്, ആ ചേച്ചിക്ക് ഒരു സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്നെ തിരക്കാൻ ഒരാളുണ്ട് അല്ലേ. നമ്മളൊന്ന് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് വീട്ടിൽ കാണാത്തപ്പം ചെന്ന് തിരക്കുമ്പോൾ എന്താണ്, കണ്ട ഞാനില്ലാണ്ടായി അല്ലെങ്കിൽ എന്നെ കാണാതിരുന്നാൽ എന്നെ തിരക്കി വരാൻ ആളുണ്ട് എന്ന ഒരു തോന്നലുണ്ടല്ലോ മനസ്സിൽ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഫ്ലാറ്റിലുള്ളവരുടെ ജീവിതമൊക്കെ കണ്ടിട്ടില്ലേ, അവരെല്ലാവരും ജീവിക്കുകയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാ താമസിക്കുന്നതെന്ന് അറിയില്ല, അവിടെ എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല. അത്തരത്തിലുള്ള ജീവിതങ്ങളാണ്. പക്ഷെ ആ ഒരു ജീവിതം കൊണ്ട് എന്താണ് മനുഷ്യർക്ക് ലാഭം എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു അമ്മാവനിവിടെ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അതിപ്പോഴത്തെ മോഡലല്ല, ഒരു 4-5 നിലയെ കണ്ടേ ഉള്ളൂ, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ പോകുന്ന സമയത്ത് എനിക്കങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു മൂകതയാണ്, ഭയങ്കര സൈലൻസ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കിങ്ങനെ ഈ ഫ്ലാറ്റിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹോസ്പിറ്റലിലേക്ക് ചെന്ന പോലെ ഒരു ഫീലാണ്. കാരണം നിശബ്ദത, ഭയങ്കര നിശബ്ദത. അപ്പം നമ്മൾ ചില സിനിമ ഒച്ച വയ്ക്കാൻ പാടില്ല, അധികം ആളുകൾ വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. കാരണം അവരൊറ്റയ്ക്കല്ല, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുക അല്ലേ. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം കൊണ്ട് എന്താണുള്ളത്, നമ്മൾ കാശ് മുടക്കി ഒരു വീട് വെക്കുന്നു, ആ വീട്ടിൽ നമുക്ക് ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റില്ല, ഒച്ച വെക്കാൻ പറ്റില്ല എന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളങ്ങനെ ഒരു വീട് വെച്ചേക്കുന്നത് അല്ലേ. നമ്മുടെ ഇഷ്ടങ്ങളോട് നടക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഈ ഫ്ലാറ്റിലെ ജീവിതത്തിലൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. പിന്നെ അയൽബന്ധങ്ങളൊന്നും വലിയ, എല്ലാവരും രാവിലെ ആകുമ്പം ജോലിക്ക് പോകുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഈ ഹസ്ബൻഡുമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ നടത്തി. പറഞ്ഞു ഫ്ലാറ്റ് എടുക്കുന്നവരൊന്നും ഒരിക്കലും അവിടെ സ്ഥിരമായിട്ട് താമസിക്കുക അങ്ങനെയൊന്നും അല്ല, കൂടുതലും പേരും വാടകയ്ക്ക് എടുക്കും. എന്തിനാണ്, അവരുടെ ജോലിക്ക് എളുപ്പമുള്ള രീതിയിലാണ് അവർ ഒരു ഫ്ലാറ്റ് എടുത്ത്, കുറേ പേര് ചിലപ്പം കാണും, ചെറിയ ഫ്ലാറ്റ് എടുത്ത് എല്ലാവരും ജോലിക്ക് രാവിലെ പോകും, വൈകുന്നേരം വരും. ഒരു കൂട് അല്ലേ, പക്ഷികൾ പോവുകയും വരുകയും ചെയ്യുന്നത് പോലെ ഒരു കൂട്, താമസിക്കാനുള്ള സ്ഥലം എന്ന് മാത്രമേ അവർ കാണുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരൊന്നും ചിന്തിക്കുന്നില്ല. അതാണ് അങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ ആയിരിക്കും. അവർക്കൊക്കെ വേറെ വീടുകളുണ്ട്. അപ്പം വെക്കേഷനൊക്കെ ആകുമ്പോൾ അവരങ്ങോട്ട് പോകും. അല്ലാത്തപ്പം ജോലിക്ക് മാത്രമായിട്ട് ഇങ്ങനെയുള്ള ഫ്ലാറ്റുകൾ, അങ്ങനെയുള്ള ഫ്ലാറ്റുകളൊക്കെ എന്തോരം പിരിമുറുക്കമായിരിക്കും അവരുടെ മനസ്സിലെന്നറിയാം. രാവിലെ എണ്ണയ്ക്ക് എന്തെങ്കിലും കഴിച്ചെന്നായി, പിന്നെ പോകാനുള്ള തിരക്ക്, യഥാർത്ഥത്തിൽ ആർക്കൊന്നും സംസാരിക്കാൻ പോലും സമയം കാണില്ല. ആരോട് സംസാരിക്കും? നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിലാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിലുള്ളവർ സംസാരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് അയലത്തുള്ളവരെയൊക്കെ കാണുകയാണെങ്കിൽ അവരോടൊന്ന് അവധിയുള്ള ദിവസങ്ങളിൽ അവരോടൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ഈ അയൽക്കൂട്ടവും മറ്റു കാര്യങ്ങളൊപ്പം അതിനൊക്കെ പോകുമ്പം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ലഭിക്കും. അപ്പം ഇത് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതൊക്കെ ഓരോ ജീവിതങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ.
ചിലയിടത്ത് പറയും, ഞാനെന്തെങ്കിലും പറയാൻ ചെന്നാൽ എൻ്റെ ഭാര്യ കേൾക്കാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? നിങ്ങൾ തയ്യാറാവാത്ത ആളുകൾ തമ്മിൽ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കണം. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവ് നിങ്ങളായിട്ട് വഴക്കിടാനല്ല, നമുക്ക് കാര്യം മാത്രം സംസാരിച്ചാൽ മതി. അതിന് വഴക്ക് എന്ന് രണ്ടുപേർക്ക് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് ഈ സംസാരം നിർത്താം എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാൾ കയറി ഇടപെടാതെ രീതിയിൽ ഒരാൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം അടുത്ത ആൾ സംസാരിക്കുക. അങ്ങനെ കുറേ വിട്ടുവീഴ്ചകൾ, കുറച്ച് കണ്ടീഷൻസും ഒക്കെ വയ്ക്കുക ജീവിതത്തിൽ ഈ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴക്കുണ്ടാവാതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ചിലരുണ്ട് സംസാരിക്കാനേ താല്പര്യമില്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല, ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ഒഴിവാകും. അവർക്ക് വേറെ ബിസിനസ്സാണ്, അവർക്ക് ഇതിലൊന്നുമല്ല സന്തോഷം. കുടുംബത്തിലെ സന്തോഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷത്തെക്കുറിച്ചാണ്. എങ്കിൽ ഈ സംസാരിച്ച് ഒരു കാര്യം പറഞ്ഞു തീർക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടുന്ന ഒരു മനസ്സിൻ്റെ തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തി നൽകുന്ന സന്തോഷം ഒരു സന്തോഷത്തിനും പകരം വയ്ക്കാൻ കാണില്ല. കാരണം മനസ്സിൽ എടുത്തു വച്ചിരിക്കുന്ന വലിയൊരു ഭാരമാണ് അപ്പോൾ അവിടെ ഇല്ലാണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ളവർ സംസാരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ, സംസാരിക്കണം. അപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. ഒരു ദിവസം അങ്ങനെ നമ്മളൊരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇന്ന് അവൻ അല്ലെങ്കിൽ അവൾ ഇന്ന് സംസാരിക്കാഞ്ഞത് ഇന്ന് തിരക്കി വരും. അങ്ങനെ തിരക്കി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ജീവിക്കുകയേ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവർ വന്ന് സംസാരിക്കുന്നത്. നീ എന്താ എല്ലാ ദിവസവും വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതല്ലേ, ഇന്ന് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് തിരക്കി വരുന്നതായിരിക്കും ആരെങ്കിലും. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ഈ ഒരു ചിന്തയായിട്ടിരിക്കുന്ന ആൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ആ ആത്മഹത്യ എന്നുള്ള ചിന്ത പതുക്കെ മാറാൻ തുടങ്ങും, അല്ലേ? അങ്ങനെ ആ സംസാരത്തിലൂടെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. വീണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട്ട് എല്ലാ ദിവസവും ഒരു 2-3 മിനിറ്റെങ്കിലും സംസാരിക്കാൻ ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ തിരക്കിയവർ വരും, ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ വേണം. നമ്മളെ തിരക്കാനൊരാളിനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും അയലത്തുകാർ വന്നിട്ട് നമ്മളെ നോക്കത്തൊന്നുമില്ല. നമ്മൾ പക്ഷേ എന്ത് ചെയ്യണം? അവരങ്ങനെ തിരക്കി വരാനും മാത്രമുള്ള രീതിയിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിച്ച് എന്താണ്, നമ്മുടെ മനസ്സിലെ ടെൻഷൻസൊക്കെ കുറയാൻ തുടങ്ങും. ചിലപ്പം ജോലിയുടെ എന്തെങ്കിലും ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ്, അതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണം എന്നുള്ള ആകെ കൺഫ്യൂഷനായിരിക്കും. പക്ഷേ ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സ് ഫ്രഷാവും, അവൻ പുതിയ ആശയങ്ങളുണ്ടാകും, അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് വീണ്ടും, സംസാരം ഒരിക്കലും മോശമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും പല സമയത്തും. അതുകൊണ്ട് സംസാരിക്കുക. എല്ലാ ദിവസവും മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അത് ഫോണിൽ കൂടെ ആവാതെ നേരിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരാളെ നേരിൽ കണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ നമുക്ക് നൽകുന്ന ചെറിയ ചിരികളുണ്ട്, പുഞ്ചിരികൾ, അവരുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം, അവരുടെ എക്സ്പ്രഷൻസ്, ഇതെല്ലാം നമുക്കെന്താണ് ഒരു പ്രത്യേക ഫീല് തരുന്ന കാര്യമാണ്, അല്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷം, നമ്മൾ ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അതും സന്തോഷം, അല്ലേ? അതാണ് നേരിട്ട് സംസാരിക്കുക. നേരിട്ട് സംസാരിക്കുമ്പോഴെന്താണ്, പലപ്പോഴും നമുക്ക് കള്ളം പറയാൻ തോന്നില്ല. കാരണം എന്താ, മുഖത്ത് നോക്കി കള്ളം പറയാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതാണ് നേരിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കും. കാരണം ഫോണിൽ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം നമ്മൾ ആളിനെ കാണുന്നില്ല. പക്ഷെ മുഖത്തോട് മുഖം നോക്കി ആർക്കും കള്ളം പറയാനോ അല്ലെങ്കിൽ നോ എന്ന് പറയാനോ ഒക്കെ പ്രയാസമാണ്.
കാരണം നമ്മൾ നോ എന്ന് പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മളെ അത് ഡൗൺ ആക്കും അല്ലേ. അതുകൊണ്ടാണ് എല്ലാം നേരിട്ട് സംസാരിക്കാമെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ പിന്നുള്ള രഹസ്യം. പല കാര്യങ്ങളും നടക്കില്ല എന്ന് കരുതിയിരുന്നാൽ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെ ഉള്ള നേരിട്ടുള്ള സംസാരം കൊണ്ടാണ്. അപ്പോൾ സംസാരം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ സംസാരിക്കുന്നത് കേൾക്കാൻ ആളിനെ കിട്ടുക എന്ന് വലിയ കാര്യം. ഒരാളുടെ സംസാരം കേൾക്കാൻ 10 പേര് ഉണ്ടാകുന്നതും വലിയ കാര്യം. ഇന്ന് 10 പേര്, നാളെ 11 പേര് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതും വലിയൊരു കാര്യം. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏതൊരു വ്യക്തിയായാലും സംസാരിക്കുന്നത് കേൾക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് വലിയൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ 1-2 മിനിറ്റ് ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക, പിന്നെ അവരത് ഉപേക്ഷിച്ചിട്ട് പോകും, അടുത്ത എന്താണെന്ന് വെച്ചാൽ നോക്കും. പക്ഷേ സംസാരിക്കുന്നത് കേൾക്കുക, അത് ഒരു പ്രത്യേക മനസ്സാണ്. അപ്പം അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ ലഭിക്കും അതുവഴി. ആദ്യം കിട്ടുന്നത് എന്താണെന്നറിയാം? ക്ഷമയെന്നുള്ള കാര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ അടുത്തിരുന്ന് അവർ പറയുന്നത് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കും. നമുക്ക് അതെന്താണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് എനർജി വരും നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ നമുക്കെന്താണ്, അവർ പറയുന്നത് ശ്രദ്ധിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ശ്രദ്ധ കിട്ടുകയാണ്. ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സിൻ്റെ കഴിവ് കൂടും അല്ലേ. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയും ശ്രദ്ധിച്ചിരിക്കുമെന്ന് പറയും. കുട്ടികൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ്, വഴക്ക് പറയും ടീച്ചേഴ്സ്. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ടീച്ചർമാർ പറയുന്ന സമയത്ത് കുട്ടികൾ സംസാരിക്കാൻ പോയാൽ ടീച്ചർ പറയുന്നത് കേൾക്കില്ല. ചിലപ്പോൾ അവിടെ ഇവിടെ മാത്രം കേട്ടാലൊട്ടൊന്നും മനസ്സിലാവില്ല. അപ്പം സംസാരിക്കാതെ ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ പക്ഷേ മുഖത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ചിലപ്പം വല്ലയിടമൊക്കെ നോക്കും, വലിയ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്താണ്, ഈ പറയുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതൊരാളെ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കുന്നതിന് തുല്യമാണത്. ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയാം, എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷേ അങ്ങനെ നിങ്ങൾ മാറാതെ അവിടെ തന്നെ ഇരുന്നിട്ട് അവർ പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി, അല്ലെങ്കിൽ ഫോണിലൊന്ന് നോക്കി ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, കേൾക്കുന്നുണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കുറേ വ്യക്തികളുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. നിങ്ങളൊരാളെ കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവരുടെ അടുത്തൊന്ന് മാറുക. അപ്പം ആരുടെ സമയത്തിന് നഷ്ടമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേൾവിക്കാരെ ഇല്ലാതെ വരുമ്പോഴാണ് ഈ മാനസിക സമ്മർദ്ദം കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോഴാണ് ഈ ആത്മഹത്യയിലേക്കുള്ള പോകാനുള്ള കാര്യം ഉണ്ടാകുന്നത്. ഞാൻ ആ ചേച്ചിയോട് കുറേ കൂടെ സംസാരിച്ചതിന് ശേഷം അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ, അപ്പം ഞാൻ ആദ്യമേ തന്നെ ചേച്ചിയോട് പറഞ്ഞേക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വ്യായാമം എന്നുള്ള ഒറ്റ കാര്യമാണ്. അത് ചെയ്യാൻ തുടങ്ങുക, ഒരാഴ്ച ചെയ്യുക. എന്നിട്ട് ചേച്ചിയുടെ മനസ്സിനും ശരീരത്തിനും ഒരു ശാന്തത കിട്ടാൻ തുടങ്ങുന്നില്ല, ഒരു മാറ്റവും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ചേച്ചി ഇനിയും വ്യായാമം ചെയ്യുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ വ്യായാമം ചെയ്തിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് സ്വയം തോന്നിയാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ. ഓക്കെ.